നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സോ നമ്മൾ കഴിഞ്ഞ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ വോയിഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ ഈ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു നമ്പറാണ്, ഒരു ഇൻറ്റിജറാണ്. സോ നമ്മൾ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് INT എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് സം എന്നാണ്. ഓക്കെ, സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു, നമ്മുടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഞാനിവിടെ ഇൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 + 20 കൊടുക്കുന്നു. സോ റിസൾട്ട് ഇപ്പോൾ റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആയിരിക്കും. 10 + 20 30 ആയിരിക്കും. ശേഷം ഞാനിവിടെ റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്തു. ആ വാല്യൂ എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. സോ നമ്മളിവിടെ മെയിൻ ഫംഗ്ഷനിൽ വന്നതിന് ശേഷം സോ ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു വാല്യൂ ആയതുകൊണ്ട് തന്നെ, ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വേരിയബിൾ a എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ശേഷം അത് നമ്മൾ സം ഫംഗ്ഷൻ അതിലോട്ട് അസൈൻ ചെയ്തു. സോ ഇപ്പോൾ ഈ a എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ 30 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. സോ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഓഫ് %t, a. നമ്മൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ a എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 30 ആണ്. സോ ആക്ച്വലി ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ്. മറ്റൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനോട് കൂടി നമ്മുടെ ഫംഗ്ഷൻ ടെർമിനേറ്റ് ആവുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന യാതൊരു കോഡും എക്സിക്യൂട്ട് ആവുന്നതല്ല. സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ട് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. ബിഫോർ റിട്ടേൺ എന്ന് എഴുതുന്നു. നമുക്കൊരു /n കൊടുക്കാം. അതുപോലെ ഇത് കോപ്പി ചെയ്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശേഷം ഞാനൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. ആഫ്റ്റർ റിട്ടേൺ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സോ നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ബിഫോർ റിട്ടേൺ എന്ന് പറയുന്നത് വന്നു. അതുപോലെ നമ്മുടെ റിട്ടേൺ റിസൾട്ട് എന്ന് പറയുന്ന റിസൾട്ട് വാല്യൂ വന്നു. സോ അതിനുശേഷം നമ്മൾ എഴുതിയ ആഫ്റ്റർ റിട്ടേൺ എന്ന് പറയുന്ന ആ കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആയില്ല. അതിന് കാരണം ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനോട് കൂടി നമ്മുടെ ഫംഗ്ഷൻ ടെർമിനേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന യാതൊരു കോഡും എക്സിക്യൂട്ട് ആവുന്നതല്ല.